ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 8 മാർക്കിനോളം വെയിറ്റേജ് വരുന്ന ഒരു ഏരിയയാണ്. അതായത് നിങ്ങളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ചോദിക്കും, അതിൻ്റെ കൂടെ ക്യാപിറ്റൽ അക്കൗണ്ട്സും ചോദിക്കും. അങ്ങനെ 8 മാർക്കോളം വെയിറ്റേജ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. R&S സ്റ്റാർട്ടഡ് ബിസിനസ് ഓൺ 1st January 2018. അതായത് ആറും എസും രണ്ട് പാർട്ട്നേഴ്സ് ആണ്. അവരെന്ത് ചെയ്തു? 1st January 2018 ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. On 1st January 2022, R had a capital balance 80,000, S had a 60,000 as a capital. അതായത് 2022 ആയപ്പോഴേക്കും ആറിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് 80,000 ആണ്, എസിൻ്റെത് 60,000 ആണ്. അക്കോർഡിംഗ് ടു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് ആർ 12% ആൻഡ് 10% റെസ്പെക്റ്റീവ്ലി. അതായത് ഇവരുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞത് പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജാ? 12%. എന്തെങ്കിലും ഡ്രോയിങ്സ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര പെർസെൻറ്റേജും എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ 10% ആണ്. പിന്നെ പറയുന്നത് R&S ആർ ടു ഗെറ്റ് ₹2,000 ആൻഡ് ₹3,000 ആസ് എ സാലറി പെർ മന്ത്. അതായത് ആറിന് 2,000 റുപ്പീസും ഒരു മാസം, എസിന് 3,000 രൂപയും സാലറി കൊടുക്കുന്നുണ്ട് പാർട്ണർഷിപ്പ്. ഇനി ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2022, ഇവിടെ ഡേറ്റ് മാറിപ്പോയതാണ്, 2022 ബിഫോർ മേക്കിംഗ് ദ എബോവ് അപ്രോപ്രിയേഷൻ വാസ് ₹1,300,000. അതായത് ഇവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എത്ര? 1,300,000. ഡ്രോയിങ്സ് ഓഫ് R&S were ₹40,000 ആൻഡ് 50,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവർ പിൻവലിച്ചത് എത്രയാണ് ഈ ഒരു പാർട്ണർഷിപ്പ് എന്ന്? 40,000, എസ് 50,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എമൗണ്ടഡ് ടു ₹2,000 ഫോർ R ആൻഡ് ₹2,500 ഫോർ എസ്. അതായത് ആറിൻ്റെ എസിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2,000ഉം 2,500ഉം. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് അസ്യൂമിങ് ദ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. അതായത് നമുക്കറിയാം നമ്മളെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് രണ്ട് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അറിയാം നമ്മൾ രണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും, അല്ലേ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പിന്നെ കറന്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗിൽ നമ്മൾ രണ്ടും മിക്സ് ആക്കി ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം, മാത്രമല്ല ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഉണ്ടാക്കണം പാർട്ട്നേഴ്സിന്റെ ഫ്ലക്ച്വേറ്റിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് പോകാം. ആദ്യം നമുക്കറിയാം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇവിടെ ബ്രോ ഡൗൺ ചെയ്യും. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കുള്ള നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ബ്രോ ഡൗൺ ചെയ്യും. എത്രയാണ്? 1,300,000 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. പിന്നെ ഈ സൈഡിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഏത് മാത്രമായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡ്രോയിങ്സിന്റെ ഫിഗർ എന്ത് ചെയ്യേണ്ടതില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യേണ്ടതില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ഓരോരുത്തരുടെ തന്നിട്ടുണ്ട്. ആറിന് എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? ആറിൻ്റെത് ₹2,000. ആറിൻ്റെത് ₹2,000 ആണ്. എസിൻ്റെത് എത്രയാടാ? എസിൻ്റെത് 2,500. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഏരിയ കഴിഞ്ഞു, ഈ ഒരു ക്രെഡിറ്റ് സൈഡിന്റെ ഏരിയ കഴിഞ്ഞു എന്ന് വേണേൽ പറയാം. ഇവിടെ രണ്ട് ഐറ്റം വരുള്ളൂ, നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് സാലറി ആയിരിക്കും. ഇവിടെ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും സാലറി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കാണിക്കണം. ഈ സൈഡിൽ സാലറി എടുക്കുന്നുണ്ടോ? ആറും എടുക്കുന്നുണ്ട്, എസും എടുക്കുന്നുണ്ട്. അതായത് ആറ് എടുക്കുന്നത് എത്രയാടാ? ആറ് എടുക്കുന്നത് എത്രയാണെന്നാ പറഞ്ഞത്? 2,000 ആണ്. ആറിന്റെ സാലറി 2,000 പെർ മന്ത് ആണ്. ഒരു മാസത്തേക്ക് 2,000 അല്ലേ? 2,000 ഇൻറ്റു നമ്മുടെ ഒരു ഇയറിൽ എത്ര മന്ത് ഉണ്ട്? 12 മന്ത് അല്ലേ? അപ്പൊ ആറിന്റെ സാലറി എന്ന് പറയുന്നത് 24,000 കിട്ടി. ഇനി നമുക്ക് എസിന്റെ സാലറി കാണണം. എസിന്റെ സാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എസിന് എത്രയാടാ മന്ത്ലി ഇൻകം? പെർ മന്ത് 3,000 ആണ് എസിന്റെ സാലറി. അപ്പൊ 3,000 ഇൻറ്റു എത്ര മന്ത് ഉണ്ട് ഒരു ഇയറിൽ? 12 മന്ത്. അപ്പൊ എത്ര വരും? 36,000 എസിന്റെ സാലറിയും വന്നു. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ വരുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഏരിയ ആണ് അല്ലെ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജ് ആ പാർട്ട്നേഴ്സിന്? 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ക്യാപിറ്റലിന് പുറത്ത് ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര? 12%. അപ്പൊ നമ്മൾ ആറിന് കൊടുക്കാം. ആറിന്റെ ക്യാപിറ്റൽ എത്രയാ? ആറിന്റെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാ? 80,000 ആണ് അല്ലെ? അപ്പോൾ 80,000 ഇൻറ്റു
എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞത് 12%. അപ്പോൾ ഇൻറ്റു 12/100 ചെയ്യും അല്ലേ. അങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്തിനെ എത്രയാണ് തന്നിരിക്കുന്നത് അതേ ഇൻറ്റു ബൈ 100 ചെയ്താൽ പെർസെൻറ്റേജിലേക്ക് ഉള്ളത് ഫിഗർ കിട്ടും. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആറിന് എത്രയാണ് 9600 ആണ്. എസിന് എത്രയാടാ? എസിന്റെ ക്യാപിറ്റൽ നോക്കിക്കേ, എത്രയാ ക്യാപിറ്റൽ? 60,000 ആണ് എസിനുള്ളത്. 60,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? നമുക്കറിയാം 12% ആണ്. അപ്പം നമ്മൾ അതെങ്ങനെ കാണിക്കുക? ഇൻറ്റു 12 ബൈ, ഞാൻ പറഞ്ഞു പെർസെൻറ്റേജിൽ കാക്കാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പം എത്ര വന്നു? 7200 വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള എല്ലാ ഐറ്റവും കഴിഞ്ഞു. നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്ത് നോക്കുക. ഏത് സൈഡാണ് കൂടുതൽ? നമുക്ക് ഒബ്വിയസ്ലി നോക്കി അറിയാൻ പറ്റും ഈ സൈഡായിരിക്കും കൂടുതൽ അല്ലേ, കാരണം ഇവിടെയാണ് 1 lakhൻ്റെ ഒക്കെ അമൗണ്ട്സ് ഉള്ളത്. അപ്പം ഞാൻ ഈ ഒരു സൈഡ് മൊത്തം ഞാൻ കൂട്ടി എഴുതാണ്. 1,300,000 പ്ലസ് 2,000 പ്ലസ് 2,500 എന്ന് പറയുമ്പോൾ 104,800 കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതേ എമൗണ്ട് എന്ത് ചെയ്യും? ഈ സൈഡിലും കൊണ്ടുപോയി എഴുതും. ഇതേ എമൗണ്ട് രണ്ട് സൈഡിലും ഞാൻ എഴുതി അല്ലേ. എന്നിട്ട് എനിക്ക് ഇവിടെ ഉള്ള പ്രോഫിറ്റ് ഫിഗർ എത്രയാണെന്ന് അറിയണം. പ്രോഫിറ്റ് ഫിഗർ എത്രയാണെന്ന് എങ്ങനെ എനിക്ക് അറിയാൻ പറ്റുക? അതായത് നമ്മൾ കൂടുതലുള്ള സൈഡിൽ നിന്ന് കുറഞ്ഞ സൈഡ് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അതായത് ഇതാ 104,800 അല്ലേ നമുക്ക് കൂടുതലുള്ള സൈഡ്, ഇതാ ഈ സൈഡ്. അതിൽ നിന്ന് നമ്മൾ ആരൊക്കെ മൈനസ് ചെയ്യുക? ഇതിനെ മൈനസ് ചെയ്യുക, ഈ ഭാഗം മൊത്തം മൈനസ് ചെയ്യുക. ഈ ഭാഗം മൈനസ് ചെയ്തു, ഇതിനെ മൈനസ് ചെയ്തു, ഇതിനെയും മൈനസ് ചെയ്തു. അപ്പോൾ എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് ഫിഗർ ഈ വർഷത്തെ? 28,000 ആണ് പ്രോഫിറ്റ് ഫിഗർ. ഈ 28,000 മൊത്തം ആറിന് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. എസിന് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇവരെന്ത് ചെയ്യണം? ദാ ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട്, 4:3 വിഭജിച്ച് കൊണ്ടുപോകണം. അപ്പം നമുക്ക് പ്രോഫിറ്റ് വിഭജിച്ച് കൊടുക്കാം. ആർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ക്യാപിറ്റലിലേക്ക് പോകുന്ന പ്രോഫിറ്റ് ആണ് ആർസ് ക്യാപിറ്റൽ. എത്രയാടാ പോവുക ആറിൻ്റെ ക്യാപിറ്റലിലേക്ക്? നമുക്ക് പ്രോഫിറ്റ് എത്രയുള്ളത്? 28,000 പ്രോഫിറ്റ് ഉണ്ട്. ഇൻറ്റു ആറിൻ്റെ റേഷ്യോ എത്രയാ? 4 ഭാഗമാണ് കിട്ടുന്നത് അല്ലേ. 4 ഭാഗം ആറിനും 3 ഭാഗം എസിനും. അപ്പം 4 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്. അപ്പം 4 ഡിവൈഡഡ് ബൈ മൊത്തം എത്ര പ്രൊപ്പോർഷൻ ഉണ്ട്? 4 + 3 7 പ്രൊപ്പോർഷൻ അല്ലേ. അപ്പോൾ 4/7 ആർക്ക് കിട്ടും? ആറിന് കിട്ടും. ഇനി നമുക്കുള്ളത് എസിൻ്റെ ക്യാപിറ്റലിലേക്ക് എത്ര പോകും? എസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു എഴുതും. എസിന്റെ ക്യാപിറ്റലിലേക്ക് എത്രയാ പ്രോഫിറ്റ്? 28,000 ആണ് നമ്മുടെ പ്രോഫിറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. ഇൻറ്റു എത്ര ആറിന് കിട്ടുന്നത്? 7 ഭാഗത്തിൽ 3 ഭാഗം. അപ്പോൾ 3/7. അതായത് മൊത്തം എത്രയായി? 60,000ഉം 12,000 കൂടി എത്രയായി? 28,000. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇവർക്ക് രണ്ടാക്കും കിട്ടിയ പ്രോഫിറ്റ് ഫിഗർ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തും കൂടി തയ്യാറാക്കാൻ, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സും കൂടി തയ്യാറാക്കാൻ. ഏത് മെത്തേഡിൽ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഒന്നും കൂടി റിവൈൻഡ് ചെയ്യേണ്ട. ഇതാണ് നമ്മുടെ ഫ്ലക്ച്വേറ്റിംഗിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ആദ്യം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇവരുടെ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യും. എത്ര ക്യാപിറ്റൽ ഉണ്ട്, എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കും, സാലറി കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ മുന്നേ ഉണ്ടാക്കിയതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. ഈ സൈഡിൽ ഡ്രോയിങ്സ് കാണിക്കും, ഈ സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പിന്നെ എന്തെങ്കിലും ലോസസ് ആണെങ്കിൽ ഇവിടെ കാണിക്കും, പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ബാലൻസ് ബ്രോ ഡൗൺ ആണ്. ഏതായിട്ടം? ബാലൻസ് ബ്രോ ഡൗൺ. അപ്പോൾ ആദ്യം ഞാൻ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യാണ്. നമുക്കറിയാം ആറിന് എത്ര ബാലൻസ് ഉണ്ട് ക്യാപിറ്റലിൽ? നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 80,000ഉം എസിന് 60,000ഉം. അപ്പോൾ ആ എമൗണ്ട് ഞാൻ ഇവിടേക്ക് എഴുതി, 80,000ഉം അതേപോലെ തന്നെ എസിന് 60,000ഉം. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ്. അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും ഇവിടെ കൊണ്ടുവന്നില്ല. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാടാ? നമ്മൾ കണ്ടില്ലേ, ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇതാ എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ കൊണ്ട് കണ്ടിട്ടുണ്ട്. 9,600ഉം 7,200ഉം. അത് ഇവിടേക്ക് അതേപോലെ എടുത്ത് ആറിന് 9,600ഉം എസിന് 7,200ഉം. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സാലറി അല്ലേ. നമുക്ക് ഇവിടെ പിന്നെ കാണിക്കുന്നത് സാലറിയോ കമ്മീഷനോ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സാലറി ഉണ്ട്. സാലറി നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. എത്രയാണ് സാലറി? ആറിന് 24,000ഉം എസിന് 36,000ഉം. അപ്പോൾ അത് നമ്മൾ ഇവിടെ അതേപോലെ കാണിക്കുക. ആറിന് 24,000, എസിന് എത്രയാടാ? 36,000 സാലറിയും നമ്മൾ കാണിച്ചു. ഇനിയാടാ ഈ സൈഡിൽ നമുക്കറിയാം എന്താ? ഏതെങ്കിലും ഷെയർ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടായില്ലേ, അതിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കും അല്ലെ. പ്രോഫിറ്റ് ഇവർക്ക് കിട്ടിയില്ലേ രണ്ടുപേർക്കും? എത്രയാ ആറിന് കിട്ടിയത്? നോക്കിക്കുക, നമ്മൾ ലാസ്റ്റ് കണ്ടത് ആറിന് എത്ര കിട്ടി പ്രോഫിറ്റിൽ? 16,000 കിട്ടി, എസിന് 12,000. അപ്പോൾ നമ്മൾ ആറിന് 16,000, നെക്സ്റ്റ് എസിന് 12,000.
എന്നിങ്ങനെ കിട്ടി അല്ലേ. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഇവർ ഡ്രോയിങ്സ് ഫിഗർ ഇവിടെ കൺസിഡർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ ഡ്രോയിങ്സ് ഫിഗർ കൺസിഡർ ചെയ്യണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരെത്രയാണ് ഡ്രോയിങ്സ് പിൻവലിച്ചത്? രണ്ടുപേരും നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഡ്രോയിങ്സ് എടുത്തത്. ആർ ആൻഡ് എസ് 40,000 ആറും എസ് 50,000 അല്ലേ. അപ്പൊ നമ്മൾ ഏതാണ് ഇവരുടെ ഡ്രോയിങ്സ് 40,000 ആണ് ആറിൻ്റെത്, എസിൻ്റെത് എത്രയാണ് 50,000 ആണ് ഡ്രോയിങ്സ്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാടാ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2,000 2,500 ആണ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരെ എടുത്ത് എഴുതി 2,000 ആണ് ആറിന്, എസിന് 2,500 ആണ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കഴിഞ്ഞു. ഇനി ഒരു ഐറ്റവും ഇല്ല. ഇനി നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാനുള്ളത്. നമ്മൾക്കറിയാം ഏത് സൈഡായിരിക്കും കൂടുതൽ? ഒബ്വിയസ്ലി ഈ സൈഡായിരിക്കും കൂടുതലല്ലേ, രണ്ടുപേരുടെ ഈ സൈഡാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ സൈഡ് മൊത്തം കൂട്ടി ചെയ്ത 80,000 പ്ലസ് 9,600 പ്ലസ് 24,000 പ്ലസ് 60,000 എത്ര ഫിഗർ? 129,600. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. എങ്ങനെ? 60,000 പ്ലസ് 7,200 പ്ലസ് 36,000 പ്ലസ് 12,000. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫിഗറും കിട്ടി. നമ്മൾ എന്താ പറഞ്ഞത്? കൂടുതലുള്ള ഫിഗർ രണ്ട് സൈഡിലേക്കും എഴുതും. ഞാൻ ഇവിടെ ഈ ഫിഗർ ഏതാണ്? 129,600 ആറിൻ്റെ കോളത്തിൽ, എസിൻ്റെ കോളത്തിൽ 115,200 എന്നിങ്ങനെ എഴുതി. നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യണം അല്ലേ. ബാലൻസ് ക്യാരി ഡൗൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബാലൻസ് ക്യാരി ഡൗൺ എങ്ങനെയാ ചെയ്യുക? കൂടുതലുള്ള സൈഡിൽ നിന്ന് കുറവുള്ള സൈഡ് നമ്മൾ മൈനസ് ചെയ്യും. അതായത് കൂടുതലുള്ള സൈഡ് ഏതാ? ഈ സൈഡ്. ആറിൻ്റെത് എങ്ങനെ ബാലൻസ് ചെയ്യുക? ഈ സൈഡിലുള്ള കൂടുതൽ സൈഡ് ഈ സൈഡ് അല്ലേ. അപ്പോൾ ഇതിലുള്ള എമൗണ്ട് എത്രയാ? 129,600 മൈനസ് കുറവുള്ള സൈഡിൽ എല്ലാ എമൗണ്ടും ഡിഡക്ട് ചെയ്യുക. എത്രയാ? 2,000 ഉണ്ട് ഇവിടെ, പിന്നെ അത് ഡിഡക്ട് ചെയ്യുക, പിന്നെ 40,000 ഉണ്ട്. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ബ്രോഡ് ആണ് കിട്ടും. ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ എത്ര ബാലൻസ് ഉണ്ട്? ആറിന് 87,600 ഉണ്ട്. ഇനി എസിൻ്റെത് കാണണം. എങ്ങനെയാ? സെയിം. ഏറ്റവും കൂടുതലുള്ള സൈഡിലുള്ള എമൗണ്ട് എത്രയാ? 115,200 മൈനസ് ഈ കുറവുള്ള സൈഡിൽ ഓരോ എമൗണ്ട് മൈനസ് ചെയ്യുക. 2,500 ഡിഡക്ട് ചെയ്തു, 50,000 ഡിഡക്ട് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇവരുടെ ബാലൻസ് ക്യാരി ഡൗൺ ഫിഗർ എന്ന് പറയുന്നത്. എത്രയാ ബാലൻസ് ക്യാരി ഡൗൺ ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ? 87,600ഉം 62,700ഉം. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതായത് 8 മാർക്സിനോളം വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ്. ഡോണ്ട് സ്കിപ്പ് ഇറ്റ്.